ഹലോ ഗായ്സ്, ഭരതനാട്യം. നിങ്ങൾ ഈ സിനിമ ധൈര്യത്തോടു പോയി ടിക്കറ്റ് എടുത്തോളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത പൈസ മുതലാണ് സിനിമ. പക്കാ ഫീൽ ഗുഡ് മൂവി. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ രണ്ട് കൂട്ടുകാരന്മാരാണ് സിനിമയിൽ മെയിൻ റോൾ ചെയ്തേക്കണത്, ജിനിൽ റക്സ, ജിവിൻ റക്സ. നിങ്ങൾക്ക് സിനിമയിൽ കാണുമ്പോൾ മനസ്സിലാവും, ഇരട്ടകളാണ് അവന്മാരാണ് ഈ സിനിമയിൽ വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന്മാരെ അടുത്തറിയാവുന്നതുകൊണ്ട് അവൻ പറയുന്ന ഡയലോഗുകൾക്കൊക്കെ എനിക്ക് ചിരി വന്നു. കാരണം ജിനിലി അവൻ്റെ ശരിക്കുള്ള വോയിസാണ്. മറ്റേ ജിവിൻ വേറെ ഒരു ഡബ്ബാണ് ചെയ്തേക്കണം, വേറൊരാളാണ് ഡബ് ചെയ്തേക്കണം. അതിന് പ്രാധാന്യമുണ്ട്, സിനിമ കാണാൻ നമുക്ക് മനസ്സിലാവും. കൂടുതൽ കഥയിലേക്ക് എടുത്തൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവന്മാർ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കാര്യവും ആദ്യം പറഞ്ഞിട്ട് സിനിമയിലേക്ക് ഞാൻ കിടക്കാം. ജിവിൻ റക്സയും ജിനിൽ റക്സയും അവന്മാർ നല്ല രീതിക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പക്ക എൻ്റർടൈനർ, പക്ക സ്റ്റോറി. അവന്മാരുടെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ജിനിലിൻ്റെ ഡയലോഗ് അവൻ ശരിക്കും എങ്ങനെയാണോ പറയണത് അതുപോലെ തന്നെയാണ് അവൻ അതിനകത്ത് പറഞ്ഞേക്കണം. അവൻ സ്ക്രിപ്റ്റ് പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ അവൻ്റെ ശരിക്കുള്ള വോയിസ് അങ്ങനെയാണ്. ചിരി വരും, നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. അപ്പോൾ ആ ഒരു ഡയലോഗാണ് അവൻ പറഞ്ഞേക്കണത്. ഈ ട്രിപ്പ എന്നൊക്കെ പറയുന്ന ഡയലോഗുകളാണ് കൂടുതൽ പറഞ്ഞേക്കണത്. കിടിലായിട്ടുണ്ട്, അവൻ അടിപൊളിയായിട്ട് ചേർന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം നമ്മുടെ ഒപ്പം ഉള്ളൊരു സുഹൃത്ത് സിനിമയിലൊക്കെ അഭിനയിച്ച്, എന്ന് വെച്ചാൽ വലിയ ബിഗ് സ്ക്രീനിലൊക്കെ അഭിനയിച്ച് ഭയങ്കര നല്ല രീതിയിൽ ചെയ്തത്. അത് തിയേറ്ററിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തിരുന്നവരൊക്കെ ഇവന്മാർ പറയുന്ന ഡയലോഗുകൾക്കൊക്കെ ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. കാരണം ഇത് വർക്കായി. കാരണം അവന്മാർക്കും അവന്മാരുടെ കോമഡീസ് അവർക്ക് ഇഷ്ടപ്പെടുന്ന നമുക്കൊരു നല്ലൊരു നമ്മുടെ ഒരു കൂട്ടുകാരനായതുകൊണ്ട് നമുക്ക് വലിയൊരു അഭിമാനമാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട എല്ലാവർക്കും ഈ സിനിമ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. നല്ല സന്തോഷത്തോടെയാണ് എല്ലാവരും ഇറങ്ങിപ്പോയത്. കാരണം എൻ്റെ കൂട്ടുകാരെ അഭിനയിച്ച പടമായതുകൊണ്ടും ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല. ഈ സിനിമ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ 100% ഞാൻ പറയുന്നു, ഈ സിനിമ കണ്ട് നിരാശരായിട്ട് ആർക്കും തിയേറ്ററിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല. നല്ല പക്കാ ഫീൽ ഗുഡ് എൻ്റർടൈനർ മൂവിയാണ് ഈ സിനിമ. പിന്നെ അവർ ഭയങ്കര സൈജുക്കുറുപ്പാണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തേക്കണം. അത്യാവശ്യം അത്രയും ബിഗ് ബഡ്ജറ്റൊന്നുമല്ല, ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ അത്യാവശ്യം മെനക്കെ ഒരു പണിയെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്, ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ. ഇപ്പോൾ സായികുമാറിൻ്റെയൊക്കെ പെർഫോമൻസ്, പുള്ളിയാണ് ടൈറ്റിൽ റോള്, ഭരതൻ എന്ന് പറഞ്ഞാൽ ഭരതനാട്യം. അപ്പം പുള്ളിയുടെ പേര് വെച്ചിട്ടാണ് ഈ സിനിമയുടെ ഒരു ഫുള്ള് സംഭവം നടക്കുന്നത്. ഒരു എന്താ പറയുക, മറ്റേ നമ്മൾ പണ്ടൊരു മോഹൻലാലിൻ്റെ സിനിമയുണ്ടല്ലോ, മറ്റേ മൂകാംബിക കില്ലാടി, പുള്ളിയും ആ യൂണിവേഴ്സിൽ പെടുന്ന ഒരു ആളാണ്. അപ്പോൾ സിനിമ കഥയിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ത്രില്ല് പോവും. നിങ്ങളത് തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിരിക്കും ഈ സിനിമ. അപ്പോൾ ഇവന്മാർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, എടാ അടിപൊളിയായിട്ടുണ്ടാ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി തന്നെ ഞാനപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു, അടിപൊളിയായിട്ടുണ്ടാ, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന്മാർക്ക് വിശ്വാസമുള്ള, എടാ വർക്കായ നമ്മൾ ഇങ്ങോട്ട് വയ്ക്കണം. 100% അവന്മാർ ചെയ്തതും അവന്മാർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്ത റോള് അവന്മാർ ചെയ്തിട്ടുണ്ട്. അവന്മാരുടെ ആദ്യത്തെ മലയാള സിനിമയാണ്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ സിനിമ തിയേറ്ററിൽ പോയി കാണുക, പിന്നെ റിവ്യൂ ഇടുക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മറ്റേ ഈ സിനിമ ഇപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം നല്ല സിനിമകളാണത്. അപ്പോൾ ഞാൻ മൂകാംബിക യൂണിവേഴ്സിൽ പെടുന്നൊരു സിനിമയാണ്. ബാലേട്ടൻ്റെ ആ ഒരു ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഇവരതിൽ കൊടുത്തിരിക്കുന്ന ഒരു മേക്കിങ്ങും ആ ഒരു സ്റ്റോറിയുടെ ഇതും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒന്നും ഓവറായിട്ടില്ല. ഭയങ്കര ഒരു പക്ക നീറ്റായിട്ടൊരു ഭയങ്കര ഒരു നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണോ പോകുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പോക്ക് മാത്രമേ ഉള്ളൂ സിനിമ. ഇവന്മാർ ആദ്യത്തെ മലയാള പടമാണ്. പിന്നെ ഇവന്മാർ ഇതിനു മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. ജിവിനും കൂടി അവർ കുറേ ഷോർട്ട് ഫിലിംസ്, നല്ല രസമുള്ള ഷോർട്ട് ഫിലിംസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ടാലൻറ്റും
ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. അവർക്ക് അർഹിച്ചൊരു വേഷം തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇത് ശരിക്കും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാരില്ലെങ്കിൽ സിനിമയില്ല. സിനിമയില്ല. കാരണം ഇവന്മാർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ സിനിമ വേണ്ടെന്ന് വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരാണ് മെയിൻ ക്യാരക്ടർ, ഇവന്മാരാണ് സെൻട്രൽ ക്യാരക്ടർ, ഇവന്മാരാണ് ഈ സിനിമയുടെ ഒരു നടുഭാഗമെന്ന് ഞാൻ പറയും. കാരണം ഇവന്മാരില്ലെങ്കിൽ ആ സിനിമ മുന്നോട്ട് പോകുന്നതിന്, ഇവന്മാരാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഇവരാണ്. അപ്പോൾ അത്രയും ഗംഭീര റോള് സംവിധായകൻ ഇവന്മാരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് വിജയിപ്പിച്ചു എന്ന് തന്നെ പറയാം. അത് നല്ല രീതിക്ക് വർക്കായി. ഞാൻ തിയേറ്ററിൽ കിടന്ന് നല്ല ചിരിയാണ്. കാരണം ഇവന്മാരെ കാണുമ്പോൾ ചിരി വരും. കാരണം അവരുടെ കോമഡി, അവന്മാരുടെ പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ പക്കയാണ് പടം. വെറുതെ എന്നില്ല അത്ഭുതപ്പെടുത്തി കളഞ്ഞ്. ഞാൻ ശരിക്കും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പടം കണ്ടിട്ട് മോശം വന്നിരുന്നെങ്കിൽ ആ മോശം റിവ്യൂ തന്നെ ഇട്ടാണ്. പക്ഷെ എനിക്കിത് ഗംഭീരമായിട്ടുണ്ടാ, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോരുത്. ഇതൊക്കെ വിജയിപ്പിക്കണം. ഈ സിനിമയൊക്കെ, ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങണം. എല്ലാവരും ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും പക്കയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ ഒരു ഇമോഷനാണ്, ഭയങ്കര അടിപൊളി. ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവും എന്നുള്ളത് ചോദിച്ചു കഴിയുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ കണക്റ്റ് ആവും. പക്ഷെ കണക്റ്റ് ആവും, അടിപൊളിയായിട്ട് കണക്റ്റ് ആവും. ഇത് ഒരു മോശം അഭിപ്രായം സിനിമനെ ആരും പറയില്ല. അത് ഞാൻ 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട്, ഫാമിലി ഓഡിയൻസ് എല്ലാവരും, എല്ലാ ഓഡിയൻസും പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ഈ സിനിമ ഭരതനാട്യം. എല്ലാവരും പോയി കാണുക.